ഇതായിരുന്നിട്ട് നമ്മ വന്നപ്പോൾ എടുത്ത വെള്ളമുണ്ട് ഈ കാണണം. ഇത് കണ്ടാ നമ്മ നല്ല ക്ലാരിറ്റിയിൽ വെള്ളം കിട്ടിയിരുന്നു. ഇനി ഒന്നും കൂടി ഇത് ക്ലിയർ ആവും. 2 ദിവസം കൂടി കഴിയുമ്പോൾ വെള്ളം പൈപ്പിൻ്റെ ഉള്ളിലെ വേസ്റ്റും ചെളിയൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി ക്ലിയർ ആവും. ഇതിപ്പോൾ കട്ടിപ്പൊന്നും ഇല്ല കേട്ടോ, വെള്ളത്തിന് കട്ടിപ്പില്ല, മണമൊന്നും ഇല്ല. ഒരു അങ്ങനത്തെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, അതൊന്നും ഇല്ല ഇപ്പം. എന്താ സ്ഥലങ്ങളല്ലേ, നല്ല ശേവള്ളി അങ്ങോട്ട് കയറ്റിയെടുത്തിട്ട് ഇങ്ങോട്ട് ഓടിക്കാൻ ഇതാണ്. ഇത് നമ്മളെ സാഹസികത നിറഞ്ഞ സ്ഥലത്ത് കൂടി ഉണ്ടാവാൻ പോണത്. എന്താ ദൈവമേ, ഞങ്ങൾ ഇത്രയാക്കല്ല വന്നിട്ട് അപ്പൊ കണ്ട ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ കൂടിയൊക്കെ ഉണ്ടോ പോണത്. അപ്പൊ നിങ്ങ വിളിക്കുമ്പോ പറയണം എന്ത്, നിങ്ങ വല്ല ജീപ്പിനൊക്കെ വരാൻ പറയണം. കാരണം എന്താണെന്നറിയോ, വണ്ടിയൊക്കെ കയറാത്ത സ്ഥലമാണ്. ഇങ്ങനെ ഉണ്ടല്ല, പെട്ടുപോകും. കുഴപ്പമില്ല. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ വിടൂലട്ടാ. അടുത്ത വീഡിയോയിൽ എന്തായാലും അഭിലാഷേട്ടൻ ഞങ്ങളെ കൂടെ പോന്നിട്ട് 2 വാക്ക് സംസാരിക്കണം. ഇതേപോലെ കാര്യങ്ങൾ ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കണം, എങ്ങനെ ബാക്ക് വാഷ് ചെയ്യണം മറ്റുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടാ. അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ അഭിലാഷേട്ടൻ ഉണ്ടാവട്ടാ. കഷ്ടപ്പാട് നോക്കണം, കഷ്ടപ്പാട് അങ്ങോട്ട് അറിയോ, വണ്ടി പോയിരുന്നിട്ട് രണ്ടെണ്ണത്തിനുള്ള ഇതായില്ലേ. ഈ കിടക്കുന്നത് മൊത്തം മീഡിയം ഉണ്ടാ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാ. മീഡിയം വേണമെങ്കിൽ അവിടെ ഉണ്ടല്ല. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇന്ന് നമ്മ പോണത് പഴയന്നൂര് ചേലക്കരയിലുണ്ടാ. ചേലക്കരയില് അഭിലാഷേട്ടന് വേണ്ടിയിട്ടാണ്. അപ്പൊ അഭിലാഷേട്ടന്റെ ഒരു ബന്ധുവിനും കൂടി ഉണ്ട്. അപ്പൊ 2 വെസൽസ് കയറ്റിയിട്ട് നമ്മ പോകണ്. ഇവിടുന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട് നമ്മളെ സ്ഥലത്തുനിന്ന് ഇപ്പൊ പഴയന്നൂര് കിട്ടാ. അപ്പൊ അദ്ദേഹം വിളിച്ച് 2 ദിവസം മുമ്പ് ഓർഡർ ചെയ്ത്. അപ്പൊ ആ ഒരു നിലയ്ക്കാണ് നമ്മ പോണത്. യൂട്യൂബിൽ നിന്ന് തന്നെ ഒരുപാട് വർക്ക് നമുക്ക് വരെയും നമ്മൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നുള്ള യാത്രകളും വിശേഷങ്ങളും അതേപോലെ തന്നെ വെസൽ വെക്കണ കാര്യങ്ങളും ഇതിന്റെ പോരായ്മകളും ഗുണങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണാം. പിന്നെ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെങ്കിൽ അവർക്ക് ഇതിൽ നിന്നും നല്ലൊരു പാഠം നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. കാരണം നമ്മ പലരാലും പറ്റിക്കപ്പെടുകയും അതേപോലെ തന്നെ നമ്മ ചെയ്തിട്ട് സക്സസ് ആവാതെ പോവുകയും ചെയ്തതിന്റെ പല കാരണങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഓരോന്ന് നമ്മ പോണ വഴിക്ക് ഇതേപോലെ നമ്മ വീഡിയോയിൽ പറയണമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ചെയ്യണതിന്റെ വീഡിയോ നമ്മ ഇതിലിടുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളെ ലൈക്കും കമൻസും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലൊക്കെ ഉള്ള കമൻസുകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മ അതിനുള്ള മറുപടി തരും. പിന്നെ നമ്മളെ നമ്പർ ഇതിൽ വെക്കണതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വെക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്തായാലും ഞങ്ങൾ വന്ന് വെക്കും. അപ്പോൾ അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ലൈവായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്രയിലൂടെ വിശേഷങ്ങൾ പറയാം. അപ്പം നമുക്ക് എണ്ണ അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാട്ടാ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കണ്ട. നല്ല അടിപൊളി യാത്ര. എന്തായാലും അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്തിരിക്കണായിരുന്നേ നല്ല അടിപൊളിയായിട്ട് യാത്ര ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. മഴ പെയ്യുന്നില്ലെങ്കിലും അന്തരീക്ഷത്തിന് നല്ല തണുപ്പാണ്. അതേപോലെ തന്നെ ഈ മലകളും വയലുകളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ 7 മണിക്ക് പുറപ്പെട്ടാണ്. ഇപ്പോൾ ഏകദേശം 8 മണിയായിട്ടുണ്ട്. 9 മണിയോടുകൂടി അഭിലാഷന്റെ വീട്ടിലെത്താൻ പറ്റും. അപ്പോൾ നമ്മ കുതിരാന്തുരംഗത്തിരിക്കണ്ട. കുതിരാന്തുരംഗത്തിൻ്റെ ഉള്ളിലൂടെ നമ്മ പോകാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ തുരങ്കം വർക്ക് കിടക്കണതിനാൽ 2 വേ ആയിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യണത്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി ഇതിലേ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പ്രകാശഗോളത്തിൻ്റെ ഉള്ളിലേക്ക് വണ്ടി പ്രവേശിക്കുന്നത് പോലെയുണ്ട് നമുക്ക് ഫീൽ ചെയ്യാന്നുള്ളത്. കാരണം ആ വെളിച്ചം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ വെളിച്ചം ഭേദിച്ചുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അതിമനോഹരമായ കാഴ്ച. മലമുകളിലേക്ക് വണ്ടി കയറുന്ന പോലെ. അതിൻ്റെ സൈഡിലൊക്കെ നോക്കിയാൽ പാറക്കെട്ടുകൾ, നല്ല മനോഹരമായ കാഴ്ചയുണ്ട്. പണ്ട് നമ്മൾ ഈ മല വരക്കാൻ പറയുമ്പോൾ ഇതേപോലെ എമ്മിട്ടിട്ട് നടക്കൊരു സൂര്യനെ വരക്കൂല, അതിനർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ച. അങ്ങനെ പാറക്കെട്ടിന്റെ ഇടയിലൂടെ നമ്മ യാത്ര ചെയ്യാണ്.
അങ്ങനെ ടോൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്തെന്ന് പറയാനാണ്, നമ്മളാ വണ്ടിക്ക് ഒരു ടാക്സും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീണ്ടും നമ്മളെ പിഴിയുന്ന മെഷീനുകളും വെച്ച് അവർ നമ്മൾക്ക് മുന്നിൽ നിൽക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ഒട്ടിച്ചിട്ടുള്ള കാരണം അവർക്ക് സ്കാൻ ചെയ്ത് പൈസ എടുക്കാവുന്നതാണ്, നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നതാണ്. എന്തായാലും മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ടോളുകൾ മടക്കാൻ പോവുകയാണ്. നമ്മൾക്ക് മുന്നിലൂടെ ആ വടി വന്ന് വീണിരിക്കുകയാണ്. ഇനി പൈസ സ്കാൻ ചെയ്തിട്ടേ ആ വടി പൊന്തുള്ളൂ, നമ്മളെ കൊല്ലാനുള്ളൊരു വടി. ഓട്ടെ എന്ന് പറയാനാണ്, ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ നമ്മ. എന്തായാലും പാലക്കാടിന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചപ്പോ എന്തൊരു കണ്ണിന് കുളിർമയാണ് കാഴ്ച ഉണ്ടാവും. അപ്പൊ കൃഷികളും കൂർക്ക കൃഷി, നെൽകൃഷി പോലുള്ള എല്ലാത്തരം കൃഷികളും ഇവിടെ നടക്കുന്നുണ്ട്. ഇവരാണ് യഥാർത്ഥ പോരാളികൾ കേട്ടാ. അവർക്കൊരു സല്യൂട്ട് കൊടുക്കണം. അങ്ങനെ നമ്മ അഭിലാഷേട്ടന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അതിലേക്കുള്ള റോഡാണ്, ഇടവഴിയാണ്. അപ്പൊ ഇനിയിപ്പോ വളരെ അടുത്താണ് അഭിലാഷേട്ടന്റെ വീട്, ഈ ലൊക്കേഷൻ അനുസരിച്ച് കാണിക്കണത്. എന്തായാലും ഇവിടെയും പാടങ്ങളൊക്കെ തന്നെയാണ്, പാടത്തിന്റെ അരികിലാണ് അദ്ദേഹത്തിന്റെ വീട് എന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം. അതിലെ ലെഫ്റ്റ് അങ്ങനെ നമ്മ അഭിലാഷേട്ടന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. മൂപ്പരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അഭിലാഷേട്ടൻ ആ ഗേറ്റ് ഒക്കെ തുറന്ന് നമ്മളെ ഉള്ളിലേക്ക് ആനയിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തിയിരിക്കുകയാണ് ഗെയ്സ്. അപ്പൊ നമ്മ യാത്ര ചെയ്ത് പഴയന്നൂർ എത്തിയേക്കുണ്ട്. നമ്മളെ ചേലക്കര പഴയന്നൂര്, ഇത് വടക്കാഞ്ചേരി റൂട്ടാണ് നമ്മ വന്നത്. അപ്പൊ ചേലക്കര കഴിഞ്ഞ് പഴയന്നൂർ എത്തിയേക്കുന്നത് നമ്മളെ അഭിലാഷേട്ടന്റെ വീട്ടിലാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അഭിലാഷേട്ടനെ വിളിച്ചപ്പോഴേ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് അനുസരിച്ച വെസൽസിന് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് 1354 ടാറ്റ സ്റ്റീലിന്റെ വെസൽസിന് നമ്മ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ മുഴുവൻ വീഡിയോകളും നമ്മ ഇതിലിപ്പോൾ അപ്ലോഡ് ചെയ്യണില്ല. നമ്മ വെസൽസിൽ മീഡിയം നടക്കുന്നതിന്റെ മുഴുവൻ വീഡിയോ മുമ്പത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം. പിന്നെ അതേപോലെ തന്നെ നമ്മ മീഡിയങ്ങൾ നിറച്ച് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മളതിൽ ഇല്ല കേട്ടോ. മീഡിയങ്ങൾ കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിറച്ച് കൊണ്ടുവന്നായിട്ടും വെസൽസ് സെറ്റ് ചെയ്യുന്ന പരിപാടി ഇല്ല. നമ്മ ഇവിടെ ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം നിറച്ച് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒന്നാമത്തത് എളുപ്പമാണ്. രണ്ടാമത്തത് വീട്ടുകാർക്ക് എന്തെല്ലാം മീഡിയങ്ങൾ നമ്മൾ ഇതിൽ നടക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, എല്ലാ കാര്യങ്ങളും വീട്ടുകാർക്ക് കൂടി കണ്ട് ബോധ്യപ്പെടാവുന്നത് കൂടിയാണ്. അപ്പോൾ കുറച്ചും കൂടി സംതൃപ്തി ഉണ്ടാകും വീട്ടുകാർക്ക്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് വെസൽസിന്റെ റേറ്റ് എത്രയാണ്, കാര്യങ്ങൾ എത്രയെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏത് വെസൽസ് ആണ് വേണ്ടത് എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാലും ആ വെസൽസിന്റെ റേറ്റും കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾക്ക് വെസൽസ് തീരുമാനിക്കുന്നത് നമ്മളെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ കണക്കിലെടുത്തോണ്ടായിരിക്കണം. കാരണം വെസൽസുകൾ എന്ന് പറഞ്ഞാൽ പലതരം ഉണ്ട്. 1054 വെസൽസ് ഉണ്ട്, 1248 ഉണ്ട്, 1354 ഉണ്ട്, 1465 അങ്ങനെ പല റേറ്റിലുള്ള വെസൽസുകളുണ്ട്. അപ്പോൾ നിങ്ങളെ വെള്ളത്തിന്റെ പ്രശ്നം അനുസരിച്ച് ടർബിഡിറ്റി കൂടിയതാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2 വെസൽസ് ഒക്കെ വെച്ചു കൊടുത്താലോ ക്ലാരിറ്റിയിൽ നമുക്ക് വെള്ളം കിട്ടുള്ളൂ, അതിൻ്റെ ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി കൊണ്ടായിരിക്കണം നമ്മ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ വെസൽസുകളൊക്കെ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതേപോലെ ഈ കാണുന്ന ഡിസ്ക് ഫിൽറ്റർ ഉണ്ടല്ലോ, ഇത് അടിയിൽ സെറ്റ് ചെയ്യുമ്പോഴേ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ലൂസ് വേണം കേട്ടോ. കമ്പനി നമുക്ക് ഈ സാധനം തരുമ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 2-3 എണ്ണമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇത് ചെറിയ രീതിയിൽ ലൂസ് ഉണ്ടാവണം. അതായത് ഇതേപോലെ ചെറിയ രീതിയിൽ ഒരു ഷെയ്ക്ക് കിട്ടുന്ന രീതിയിൽ ലൂസ് ഉണ്ടാവണം. അല്ലാതെ നമ്മൾ മീഡിയങ്ങൾ സാധനങ്ങളൊക്കെ നിറച്ചിട്ട് ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ വെള്ളം കയറി മുകളിലോട്ട് വരൂല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഓവർ ലൂസ് ആവാനും പാടില്ല, എന്നാൽ ചെറിയ രീതിയിൽ ലൂസ് ഉണ്ടാവുകയും വേണം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. സംഭവം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. വിശ്വസ്തയോടെ ഞങ്ങൾ വന്ന് ചെയ്തു തരും കേട്ടോ. ഹലോ മുത്തോ, അതാണ് അഭിലാഷേട്ടൻ. കറക്റ്റ് ടൈമിന് ജ്യൂസ് വന്നിട്ടുണ്ട്. ഞങ്ങളെ വിളിക്കുന്നവരിത് കൂടി പരിഗണിക്കണം എന്ന് പറയണ്. അപ്പൊ നമ്മളെ കണക്ഷൻ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞ്. ഇപ്പൊ നമ്മ ഇവിടെ ചെയ്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മ എല്ലാ വീഡിയോയിലും കാണിക്കുന്നോട്ട് ഇവിടെ നിന്ന് എൽബോട്ടിന് കൊടുക്കാറ്. ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ടൊന്ന് വീഡിയോ ഇവിടെ കാണിച്ചേ. ഇവിടെ നമ്മ ഇപ്പൊ ടീ ഇട്ടിന് കൊടുത്തേക്കണത്. ടീ ഇട്ട് കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതിനെന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാൽവും
ഈ വാൽവും ക്ലോസ് ചെയ്തിട്ട് ഈ വാൽവ് തുറന്നിട്ട് കഴിഞ്ഞാൽ ടാങ്കിലുള്ള വെള്ളം നേരെ പൈപ്പളിലേക്ക് പോക്കോളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ബൈപ്പാസ് ആയിട്ട് ഇട്ടേക്കണത്. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ബോട്ടിന് കൊടുക്കാറ്. ഇനി നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആകെ 2-3 മണിക്കൂറത്തെ പണി കൊണ്ട് കംപ്ലീറ്റ് റീസെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന പരിപാടിയുള്ളൂ. അഥവാ വല്ല എന്തെങ്കിലും ഡാമേജ് ഭാവിയിൽ സംഭവിക്കുക, കുട്ടികളെ നിന്ന് വല്ല അബദ്ധം പറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിയിലാണ് നമ്മളെ ഹൗസ് ഓണറായ അഭിലാഷ് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതന്നെ വെച്ചു കൊടുത്തു. അപ്പോൾ പഴയ വാൽവാണ് ഇവിടെ വെച്ചത്, 2 പുതിയത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ തന്നെ മനസ്സിലായില്ല. അപ്പോൾ ഈ ഇന്നായിട്ട് വരുന്നത് 1 ഇഞ്ച് പൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഹെഡിന് ഈ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഈ വരുന്നത് 1 ഇഞ്ചിൻ്റെ ഇൻലെറ്റ് കൊടുത്തേക്കണത്, ഔട്ട്ലെറ്റ് 1 ഇഞ്ചിൻ്റെ വാൽവ് ഇതന്നെ കൊടുത്തേക്കണത്. അപ്പോൾ ഇവിടെ 1.5 കൊടുത്തിട്ട് കാര്യമില്ല. കാരണം 1.5 കൊടുക്കണമെങ്കിൽ 1.5 തന്നെ ആയിരിക്കണം ഇത് വരണത്. അപ്പൊ 1.5 വരാത്തോടത്ത് പിന്നെ റെഡ്യൂസ് ചെയ്ത് 1.5 കൊടുത്തിട്ട് അതിന് ഫലം ഉണ്ടാവൂല. അപ്പൊ പിന്നെ നമ്മ അത് കൊടുക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മ 1 വന്നാല് 1 തന്നെ കൊടുക്കുക, 1.5 വന്നാല് 1.5 കൊടുക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മളെ ഇവിടുത്തെ ഏകദേശം സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മ അടുത്ത സ്പോട്ടിലേക്ക് നമ്മ പോവാണ്. അപ്പൊ നമ്മളെ സെറ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ, ബാക്ക് വാഷിങ് കംപ്ലീറ്റ് കഴിഞ്ഞ് നമ്മ ഫിൽറ്ററിലിട്ട് നമ്മളെ പരിപാടി ഇവിടെ അവസാനിച്ചേക്കണ്. ഇനി അടുത്തുള്ളത് മൂപ്പര തറവാട്ടിലാണ്, ജാക്ഷൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മളെ ഇവിടെ ക്ഷണിച്ച് ഇവിടെ വരുത്തി നമുക്ക് ഇങ്ങനെ ഒരു സേവനം തന്നതിൽ അഭിലാഷേട്ടനോട് നന്ദി പറയുന്നു. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ആർക്കെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാട്ടോ. പിന്നെ മീഡിയം മാത്രം വേണമെങ്കിൽ വിളിക്കുക. ഞങ്ങൾ വന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക. നിങ്ങൾക്ക് റേറ്റ് ചോദിക്കുക. നിങ്ങൾ എല്ലാവർക്കും ചോദിച്ചിട്ട് അവസാനം ഞങ്ങളോട് ചോദിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ റേറ്റിൻ്റെ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിവിടെ വന്ന് ലൈവായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഭിലാഷേട്ടനും അതൊക്കെ കണ്ടിട്ടുള്ളതാണ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മ കുറ്റിയിൽ നിറച്ച് കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല. മീഡിയം കൊണ്ടുവന്നിട്ട് നമ്മ വെസൽസ് കൊണ്ടുവന്ന് വെസൽസിൽ നേരിട്ട് നിറക്കണം. അപ്പോൾ ആ നിറക്കണത് എത്രത്തോളം ഉണ്ട് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയും വിശ്വാസമായിട്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മളെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇപ്പോൾ അഭിലാഷേട്ടൻ്റെ കെയർ ഓഫിൽ ഒരാൾ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കസ്റ്റമറിൻ്റെ കെയർ ഓഫിൽ ഒരാൾ വന്നാൽ നമ്മളെ സജസ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് അവർക്ക് ഉണ്ടാവണം. കാരണം അവരോട് ഇത്രയും അകലുള്ള ഒരാൾ, നമ്മൾ ഇത്രയും ഒരു 80 കിലോമീറ്റർ അകലെയാണ്. അത്രയും അകലുള്ള ഒരാളെ വിശ്വസിച്ച് ഇത്രയും രൂപ ചിലവാക്കി നമ്മളിവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത നമ്മൾ ജീവനുള്ളോടത്തോളം കാലം അത് നിലനിർത്തുന്നതായിരിക്കും. ആ വിശ്വാസത അത് ഇത്രയും നമുക്ക് പറയാനുള്ളൂ. എന്താ സ്ഥലങ്ങളല്ലേ, നല്ല ശേവള്ളി അങ്ങോട്ട് കയറ്റിയെടുത്തിട്ട് ഇങ്ങോട്ട് ഓടിക്കാൻ ഇതാണ്. ഇത് നമ്മളെ സാഹസികത നിറഞ്ഞ സ്ഥലത്ത് കൂടി ഉണ്ടാവാൻ പോണത് എന്താ. ദൈവമേ, ഇതേപോലുള്ള സ്ഥലങ്ങളിൽ കൂടിയൊക്കെ ഉണ്ടാ പോണത്. അപ്പൊ നിങ്ങ വിളിക്കുമ്പോ പറയണം എന്ത്, നിങ്ങൾ വല്ല ജീപ്പിനൊക്കെ വരാൻ പറയണം. കാരണം എന്താണെന്നറിയോ, വണ്ടിയൊക്കെ കയറാത്ത സ്ഥലമാണ് ഇങ്ങനെ ഉണ്ടല്ല, പെട്ടുപോകും. കുഴപ്പമില്ല. അപ്പൊ അഭിലാഷേട്ടൻ സ്ഥലം കാണിച്ചു തരുന്നുണ്ട്. വീട്ടിലേക്ക് പോകാനുള്ള സ്ഥലം അഭിലാഷേട്ടൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ വളരെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, കാരണം വഴികളാണ്. അപ്പൊ ഞങ്ങ വിദഗ്ധനായ ഒരു ഡ്രൈവറെ കൊണ്ടുവന്ന കാരണം രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ കിടന്ന് മുക്കറാഴ്ചനായിരുന്നു അല്ലേ. ഇതാണ് വീടെത്തി. അപ്പൊ നമ്മ അഭിലാഷേട്ടന്റെ ചേട്ടന്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. അഭിലാഷേട്ടന്റെ ചേട്ടന്റെ തറവാട് അതിന് ഇതിപ്പോ അഭിലാഷേട്ടന്റെ ചേട്ടന്റെ വീട്ടിൽ വന്നേക്കണത്. ഇവിടെ അപ്പുറമൊക്കെ പാടവും ഇതൊക്കെയാണ്. വളരെ മോശം വെള്ളമാണ്. ഇവിടുത്തെ പാടക്കാരും മഴക്കാലത്ത് വെള്ളം വളരെ മോശമാവും. ഇത് ഇരിക്കുന്ന വെള്ളം ഇവിടെ ടാങ്കിലത്തെ വെള്ളമാണ്, ടാങ്കിൽ നിന്നെടുത്ത വെള്ളമാണ് ഈ കാണുന്നത്. ഇത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഭാഗത്തൊക്കെ കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. മൊത്തം പാടവും തോടും ചിറക്കാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്ത് ശരിക്കും വെള്ളം വളരെ മോശമായിരിക്കുള്ളൂ. അപ്പൊ കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ കിണറ്റിലുള്ള വെള്ളം വളരെ മോശം വെള്ളമാണ്. അപ്പൊ അത് ഇത്രത്തോളം എന്ന് വെച്ചാൽ ഇതേപോലത്തെ വെള്ളമാണ്. ഇത് 2 ദിവസം ഇരിക്കുമ്പോൾ ഒന്നും കൂടി കളർ വ്യത്യാസം വരും.
അപ്പൊ അങ്ങനത്തെ വെള്ളമാണ് ഇപ്പൊ ഇത് നമ്മ ഫിൽട്ടർ ചെയ്യണം കേട്ടോ. ഇതൊക്കെ പൈപ്പ് റാഞ്ച് മാറിക്കണം മോനെ ടൈറ്റാനിയല് അല്ല മൊത്തോ. ഇതായിരുന്നിട്ട് നമ്മ വന്നപ്പോ എടുത്ത വെള്ളമുണ്ട് ഈ കാണണം. ഇത് കണ്ടാ നമ്മ നല്ല ക്ലാരിറ്റിയിൽ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇത് ക്ലിയർ ആവും. 2 ദിവസം കൂടി കഴിയുമ്പോൾ വെള്ളം പൈപ്പിന്റെ ഉള്ളിലെ വേസ്റ്റും ചെളിയൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി ക്ലിയർ ആവും. കണ്ടാ ഇപ്പൊ കട്ടിപ്പൊന്നും ഇല്ല കേട്ടോ വെള്ളത്തിന്. കട്ടിപ്പില്ല, മണമൊന്നും ഇല്ല. ഒരു അങ്ങനത്തെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, അതൊന്നും ഇല്ല ഇപ്പൊ. ഓക്കെ, അപ്പൊ നമ്മ 2ാമത്തെ പരിപാടിയും കഴിഞ്ഞ് നമ്മ പയ്യന്നൂരിന്ന് യാത്ര പറയുന്നു. അപ്പൊ എല്ലാവർക്കും എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ. എന്ത് രസം നോക്കിയ സ്ഥലങ്ങളാണായിട്ട്. ആഹാ, അടിപൊളി സ്ഥലം അല്ലേ. നെൽകൃഷിയും പാടങ്ങളും അടിപൊളി. എനിക്ക് ഇവിടെ കാണാനായിട്ട് നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര അവസാനിപ്പിക്കാം. മനോഹരമായ സ്ഥലങ്ങൾ കേട്ടോ. ആഹാ, എന്താ സ്ഥലങ്ങൾ നോക്കിയാ. നമുക്ക് എന്തായാലും വരവ് നഷ്ടമായില്ല കേട്ടാ. അതുപോലെ ശരിണ്ടാ ചേട്ടൻ പറഞ്ഞത് അല്ലേ. നമ്മ 3 പോണ ഇതല്ലേ കണ്ടാ. അതൊക്കെ അതിരപ്പള്ളിയില് ഇവിടൊക്കെ പോകില്ല അമ്മ. 3-4 പോകുമ്പോ കണ്ടാ. അവിടെ സ്ലിപ്പ് ചെയ്താ പിന്നെ ഒരു കാര്യമുണ്ട്, നേരെ അടിയിൽ എത്തുള്ളൂ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടോ ഇവിടെ ഒന്ന്. അവരെ ചെക്ക് പോസ്റ്റ്, ഫോറസ്റ്റിലെ ചെക്ക് പോസ്റ്റ് ആയിരുന്നുണ്ട് പണ്ട്. ശരിക്കും മറ്റേ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലേ ശരിക്കും. കാട്. നമ്മ കാട്ടിലുണ്ടാ, കാട്ടി നിർത്തിട്ടാ പയ്യന്നൂര്. നല്ല രസമുള്ള സ്ഥലം. വീടുണ്ട് അതിന്റെ ഉള്ളില്. നല്ല രസമുള്ള വീട്, പഴയ വീട്. അപ്പോ വാട്ടർ ഫിൽറ്റർ വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ അത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങളെ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, നല്ല ദിവസങ്ങൾ ഇനി വരുന്നതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.